അടുത്തിടയ്ക്ക് നടന്നൊരു സംഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ഒരു രോഗം ബാധിക്കുന്നത് ജലത്തിൽ നിന്നാണെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പഞ്ചായത്തിൽ നിന്നൊക്കെ വീടുകളിലെ കിണറ്റിലും മറ്റ് ജലസ്രോതസ്സുകളിലും ഒക്കെ ഇപ്പം ബ്ലീച്ചിങ് പൗഡർ ഇടുന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലും പഞ്ചായത്തിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ ഇടുന്നതൊന്നും ഇഷ്ടമല്ലാത്തവരാണ്. അപ്പോൾ വന്നവരടുത്ത് അത് പറഞ്ഞു. അപ്പോൾ അവർ വേറെ ആരെയോ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എഴുതി സൈൻ മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വന്നവർ തന്നെ വെള്ള പേപ്പറിൽ ഈ ഒരു വീട്ടുകാരുടെ പേരൊക്കെ എഴുതി ഇവരുടെ പേരൊക്കെ എഴുതിയിട്ട് അവർക്ക് താല്പര്യമില്ല എന്നുള്ളത്, ബ്ലീച്ചിങ് പൗഡർ ഇടാൻ താല്പര്യമില്ല എന്നുള്ളത് എഴുതി ഇവളുടെ അടുത്ത് പറഞ്ഞ് ഇവളത് സൈൻ ചെയ്ത് കൊടുത്തു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇവൾ എന്നെ വിളിച്ചു, നിങ്ങളെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്ത് എടി നിനക്ക് താല്പര്യമില്ലായിരുന്നുണ്ടെങ്കിൽ നീ പിന്നെ സൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പോൾ അവൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ അവർ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞ്. അപ്പോൾ പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കും ഒരു ഡൗട്ട്, കാരണം നമ്മളെ കിണറ്റിലിപ്പം ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ ഇടണോ ഇടണ്ടേന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണുള്ളത്. അവർ പറഞ്ഞൊരു കാരണമെന്ന് പറഞ്ഞാൽ അഥവാ ഇനി ഒരു അസുഖം വന്നാൽ അത് പഞ്ചായത്തിന് ഉത്തരവാദിത്വം ഇല്ല എന്നാണ് ഈ വന്നവർ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പിന്നെ ഇതൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തപ്പോൾ എനിക്കും ഒരു ഡൗട്ട്, ഇനി അഥവാ ഇനി ഒരു ബ്ലീച്ചിങ് പൗഡർ ഇട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു രോഗം വരുമോ, അതേ ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് രോഗം വരാതിരിക്കുമോ എന്നൊക്കെ വെച്ച് കൊണ്ടിട്ട് ഞാനും ഗൂഗിളിൽ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സെർച്ച് ചെയ്ത്. അപ്പം അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്, അറിയാവുന്ന ഒരുപാട് പേര് കാണും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഇപ്പം ബ്ലീച്ചിങ് പൗഡർ ഇടുന്നത് കൊണ്ടല്ല, ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ ഇടുമ്പം അത് അതിൻ്റേതായിട്ടുള്ള രീതിയിലും അളവിലും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് ഹാനികരമാവത്തേ ഉള്ളൂ. ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും 1000 ലിറ്ററിന് വെള്ളത്തിന് 2 മുതൽ 4 ഗ്രാം വരെയാണ് ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ ഇടാനുള്ളത്. അഥവാ ഈ വരുന്നവർക്ക് എത്രമാത്രം നമ്മളെ കിണറ്റിൻ്റെ ആഴം, വെള്ളത്തിൻ്റെ അളവ് അറിയാൻ പറ്റുമെന്നുള്ളത് എനിക്ക് സംശയമുള്ളൊരു കാര്യമാണ്. എന്നിട്ട് ഞാൻ പിന്നീട് അവളുടെ അടുത്ത് വിളിച്ച് ചോദിച്ചായിരുന്നു. ഇത് വായിച്ചപ്പോൾ ഞാൻ ചോദിച്ചേടി അവരെ കയ്യിൽ വല്ലതാണ് ഉണ്ടായിരുന്നത്, അതേ അങ്ങനെ വെള്ളത്തിൻ്റെ അളവെടുക്കാനുള്ള. അപ്പോൾ അവൾ അങ്ങനെ ശ്രദ്ധിച്ചതായിട്ട് അവൾ പറയുന്നില്ല. ബ്ലീച്ചിങ് പൗഡറേ ഉണ്ടായിരുന്നുള്ളെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വരുന്നവർക്ക് അത്രത്തോളം നമ്മളെ കിണറ്റിനകത്ത് എത്രത്തോളം വെള്ളം ഉണ്ടെന്നോ, നമ്മൾ എത്രത്തോളം മാലിന്യങ്ങളില്ലാത്ത വെള്ളമാണെന്നുള്ളതോ ഈ വരുന്നവർക്ക് അറിയാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ സംശയം. അതായത് മലിനമായിട്ടുള്ള വെള്ളത്തിലാണ് ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ ഇടുന്നതെന്നുണ്ടെങ്കിൽ അത് ക്ലോറിനുമായിട്ട് പ്രതികരിച്ചിട്ട് ഹാനികരമായിട്ടുള്ള ഒരുപാട് ബൈ പ്രോഡക്ട്സുകൾ ഉണ്ടാകാനും കൂടെ കാരണമാകുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് അത് അധികമാവുകയാണെന്നുണ്ടെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ത്വക്ക് രോഗങ്ങളും ഹെയർ ഫാളും അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകും. മാത്രമല്ല, ചിലർ സ്ഥിരമായിട്ട് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമായിരിക്കും ഉപയോഗിക്കുന്നത്. അതിലൂടെയും വൃക്ക സംബന്ധമായിട്ടുള്ളയും കരൾ സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് ഇത്രയധികം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ വൃത്തിയായിട്ടുള്ള കിണറ്റിനകത്താണ് ചിലർ സ്ഥിരമായിട്ട് കിണർ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലോ കിണർ വൃത്തിയാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം കാണത്തില്ല. ആ വൃത്തിയാക്കുന്നതിനോടൊപ്പം ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ ഇടുന്നതായിരിക്കും അതിന് കൂടുതൽ ഉത്തമം. അല്ലാത്തൊരു കിണറ്റിൽ കൊണ്ടുപോയി ഇട്ട് മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ചും കൂടെ വഷളാകുന്ന രീതിയിൽ ആവരുതെന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ. ഇതുപോലെ തന്നെയാണ് നമുക്ക് കൊറോണ വന്ന സമയത്ത് എല്ലാവരും വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വാക്സിൻ എടുത്തത്. അതിൻ്റെ ഫലം ഇപ്പോഴും അനുഭവിക്കുന്നത്. ഇപ്പോൾ എനിക്കൊന്നും വേറെ പ്രശ്നങ്ങളില്ല, പക്ഷേ അത് അനുഭവിക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. അത്രയും നാൾ അസുഖമില്ലാത്ത ഒരുപാട് പേർക്ക് വാക്സിനേഷൻ എടുത്തിട്ട് രോഗം വന്നവരുണ്ട്. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ വരുന്നവർ ആ കിണറ്റിൻ്റെ വെള്ളത്തിൻ്റെ ആഴവും എത്രത്തോളം ലിറ്റർ ഉണ്ടെന്നോ മനസ്സിലാക്കാവുന്നവരും അതേപോലെ തന്നെ എത്രമാത്രം വൃത്തിയുള്ളതാണെന്നുള്ളത് ചെയ്തിട്ട് വേണം അതിൻ്റേതായിട്ടുള്ള അളവിനിടാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ രോഗങ്ങൾ വരാനുള്ള കാരണമേ ആവുമെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വന്നാൽ നമ്മളും കൂടെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അനുഭവിക്കാനുള്ളവരും നമ്മളാണ്.